മസനഗുഡി വഴി ഊട്ടിക്ക് ഉള്ള യാത്രയാണ്. ഇത് മൈസൂർ റോഡാണ്. മൈസൂർ റോഡിൽ ചെന്നിട്ട് മസനഗുഡിയിലേക്ക് തിരിയും. മാൻകൂട്ടം ഇതുവഴി വരുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാം. മാൻ, പുള്ളിമാൻ. റോഡ് സൈഡിൽ നിന്ന് കാണാം. തൊട്ടടുത്ത് എല്ലാ മൃഗങ്ങളെയും കാണാം. മൈസൂർ റോഡിൽ ഒരു 7-8 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് മസനഗുഡിയിലേക്ക് തിരിയുക ആണ് മസനഗുഡി റോഡ്. ഒരു ചെറിയൊരു ഗ്രാമവും ചെറിയൊരു പട്ടണമാണ്. വീതി കുറഞ്ഞ റോഡാണ്. സൂക്ഷിച്ചു പോവുക, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ റോഡാണ്. നമ്മൾ വാഹനത്തിൽ വരുവാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യരുത്. അത് ഇവിടെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആരും റോഡിൻ്റെ സൈഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യരുത്. ഇതാണ് മസനഗുഡി ടൗൺ. ഒരു ചെറിയൊരു ടൗണാണ്. ഇവിടെ നിന്ന് നമുക്ക് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം. ഒരുപാട് ഹോട്ടലുകളുണ്ട്. മാർക്കറ്റ് മസനഗുഡിയിൽ നിന്ന് നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്. അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. നല്ലൊരു വൈബാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഊട്ടി എത്താറായി. അപ്പോൾ നല്ല ഒരു വൈബ് കിട്ടും. നമ്മൾ ഊട്ടി എത്താറായി. ഇനി കുറച്ചുകൂടെ ഇനി ഹെയർ പിൻ വളവുകളാണ്. ശ്രദ്ധിച്ചു പോകണം. മസനഗുഡി കഴിഞ്ഞൊരു 6-7 കിലോമീറ്റർ കഴിയുമ്പോൾ ഹെയർ പിൻ വളവുകൾ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവുക.
ഒരുപാട് ഹെയർ പിൻ വളവുകളുണ്ട്, ശ്രദ്ധിച്ച് വേണം മസിനഗുഡി വഴി വരുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാൻ. നല്ല കയറ്റവും ഉള്ള റോഡാണ്. മസിനഗുഡി വഴി ഊട്ടിക്ക് വരുമ്പോൾ ഈ 36 ഹെയർ പിൻ വളവുകളുണ്ട്. 36 ഹെയർ പിൻ വളവ് കയറി വേണം ഊട്ടിയിലെത്താൻ. നമ്മൾ ഊട്ടി എത്താറായി. ഇനി ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഊട്ടി എത്തും. 4 ഹെയർ പിൻ വളവും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കും. അങ്ങനെ നമ്മൾ ഊട്ടി പട്ടണം എത്തിയിരിക്കുകയാണ്. നമ്മൾ മസിനഗുഡി വഴി ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ കാണുന്ന റോഡാണ്, താഴെ കാണുന്ന റോഡാണ് കൂടല്ലൂരിൽ നിന്ന് വരുന്ന റോഡ്. ഓക്കെ ഗായ്സ്, മസിനഗുഡി വഴി ഊട്ടി എല്ലാവരും വരും, എൻജോയ്.